ഞാൻ കാശിക്ക് പോകുന്നു. ഇനിയുള്ള ജീവിതം അവിടെ വച്ച് ദൈവത്തോടലിയും എന്ന വികാരഭരിതമായ കത്തെഴുതി വച്ച് 17കാരനായ +2 വിദ്യാർത്ഥി നാടുവിട്ടിട്ട് 9 ദിവസം പിന്നിടുന്നു. കണ്ണൂർ പെരിങ്ങത്തൂർ പുളിയനമ്പ്രം സ്വദേശിയും ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയുമായ ശിവസൂര്യയാണ് കാണാതായത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിയെക്കുറിച്ച് യാതൊരുവിധ തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് കേസ് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തലശ്ശേരി ASP ഡോക്ടർ നന്ദു ഗോപന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. തങ്ങൾ നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെയും സ്പെഷ്യൽ സ്ക്വാഡുകളുടെയും ഏകോപനത്തോടെ SITയെ ചുമതലപ്പെടുത്തിയത്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ശിവസൂര്യ അച്ഛനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ഓൺലൈൻ ഗെയിമുകൾ പതിവായി കളിക്കുകയും ചെയ്തിരുന്ന ശിവസൂര്യയ്ക്ക് ഗെയിമിംഗ് വഴി പണം നഷ്ടമായിരുന്നു. തുടർന്ന് അച്ഛൻ ഫോൺ പിടിച്ചുവച്ചതിലുള്ള മനോവിഷമത്തിലാണ് ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 1 മണിയോടെ കുട്ടി വീട് വിട്ടിറങ്ങിയത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു സംഭവമുണ്ടായത്. വീട്ടിൽ നിന്ന് 2 ജോഡി വസ്ത്രങ്ങളും 3000 രൂപയുമാണ് ശിവസൂര്യ എടുത്തത്. തുടർന്ന് വീട്ടിൽ നിന്നും ലഭിച്ച കത്തിലാണ് കാശിയിലേക്ക് പോവുകയാണെന്നും ശിഷ്ടകാലം ദൈവഭക്തിയിൽ കഴിയുമെന്നും എഴുതി വച്ചിരുന്നത്. എന്നാൽ 9 ദിവസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തത് കുടുംബത്തെയും നാടിനെയും ഒരുപോലെ തീരാ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്താനായി പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പല ആവർത്തി വിശദമായി പരിശോധിച്ചു. വീട് വിട്ടിറങ്ങിയ ഉച്ചസമയത്തെയും തുടർന്നുള്ള മറ്റു സമയങ്ങളിലെയും ദൃശ്യങ്ങൾ നിരീക്ഷിച്ചെങ്കിലും ശിവസൂര്യ എങ്ങോട്ടാണ് പോയത് എന്നതിനെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. തുടർന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന യാത്രാ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ സ്നിഫർ ഡോഗുകളെ എത്തിച്ച് ശിവസൂര്യയുടെ വീട്ടിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. നായകൾ മണം പിടിച്ച് കുറച്ചു ദൂരം ഓടിയെങ്കിലും പോയ വഴി വ്യക്തമായി കണ്ടെത്താൻ സഹായിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. പാലക്കാട് ഒറ്റപ്പാലത്ത് രൂപസാദൃശ്യമുള്ള കുട്ടിയെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും അത് വ്യാജമാണെന്ന് വ്യക്തമായി. സാധാരണ പോലീസ് സ്ക്വാഡുകളുടെ അന്വേഷണം എങ്ങും എത്താത്ത പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിന് SITയെ രംഗത്തിറക്കാൻ തീരുമാനിച്ചത്. പ്രാദേശിക CCTV ദൃശ്യങ്ങളിൽ സൂചനയില്ലാത്തതിനാൽ അടുത്തുള്ള പ്രധാന ഇതര സംസ്ഥാന നഗരമായ മൈസൂരുവിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘം സംസ്ഥാനത്തിന് പുറത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ശിവസൂര്യയെ കണ്ടെത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ ശിവസൂര്യയുടെ വീട്ടിലും ചൊക്ലി പോലീസ് സ്റ്റേഷനിലും നേരിട്ടെത്തി കേസിന്റെ പുരോഗതി വിലയിരുത്തി. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.